കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊലപാതക കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. ഒളിവിലായിരുന്ന ഉമർ ഫറൂഖ് എന്ന പ്രതിയെ കൊച്ചിയിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് മുൻപ് നടന്ന ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് പ്രതിയെന്ന് NIA പറയുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25 വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, വർഷങ്ങളോളമുള്ള NIAയുടെ ചേസ് അടക്കം അവസാനിക്കുന്ന തരത്തിലുള്ള കേസാണ് ഈ പ്രവീൺ നെട്ടാരു കൊലപാതക കേസ്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് അടുത്ത ആൾ കൂടി പിടിയിലാവുകയാണ്. തീർച്ചയായിട്ടും രുചീഷ്, 2 ആഴ്ച മുൻപാണ് കൊച്ചി പള്ളൂരുത്തിയിൽ വെച്ച് അബ്ദുൽ നസർ എന്ന് പറയുന്ന ഒരു പ്രതി പിടിയിലായത്. തൊട്ടു പിന്നാലെയാണ് ഈ നട്ടാരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ കൂടി കൊച്ചിയിൽ നിന്ന് പിടിയിലാകുന്നത്. ഇയാളുടെ പേര് ഉമർ ഫറൂഖ് എന്നാണ്. ഇയാൾ 2022 പ്രവീൺ നട്ടാരു വധക്കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നുള്ളത് തന്നെയാണ് NIAയുടെ കണ്ടെത്തൽ. ഇയാൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്ന അല്ലെങ്കിൽ അതിൽ പങ്കുള്ള ഒരാളെന്നാണ് NIA വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇയാളെ പിടികിട്ടാ പുള്ളിയായി കഴിയുകയായിരുന്നു. ഇയാളെ കാണിച്ചു കൊടുക്കുന്നവർക്ക് 4 ലക്ഷം രൂപ പാരിതോഷികം ഇനാം വരെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഈ പ്രതി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിരവധി അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതി കൊച്ചിയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവീൺ നെട്ടാരു വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുൽ നസർ എന്ന് പറയുന്ന ഒരാൾ പള്ളൂരുത്തിയിലെ ഒരു ഷവർമ വിൽപ്പന നടത്തുന്ന കടയിൽ നിന്നും പിടിയിലായിരുന്നു. തൊട്ടു പിന്നാലെ ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉമർ ഫാറൂഖ് കൂടി പിടിയിലായിരിക്കുന്നത്. രുചീഷ്, ശരി സർ.